നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. എത്രമാത്രം വൃത്തികെട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ മനോനില എന്ന് തെളിഞ്ഞതായി വെളിപ്പെടുത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കേസിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. നീറ്റ് വിധി ക്യാൻസൽ ചെയ്യേണ്ടതില്ലെന്നും പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ലെന്നും വ്യക്തമാക്കിയ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത് സത്യത്തിന്റെ വിജയമാണെന്നും ഇത്രയും കാലം വിദ്യാർത്ഥികളെ കബളിപ്പിച്ച പ്രതിപക്ഷം കുട്ടികളോട് മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ ഈ ചരിത്ര വിധിക്ക് ശേഷം സത്യമേവ ജയതേ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീറ്റ് വിഷയം പുറത്തു വന്നപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിക്ക് ശേഷമാണ് ഈ കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പങ്ക് വ്യക്തമായത്. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തെ അസാധുവാക്കുകയും അതിനെ ചവറ് എന്ന് വിളിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് ഇന്നലെ വരെ സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിന്റെ മാനസിക നില തെളിയിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു, രാജ്യത്തെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുക, ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആസൂത്രിത ഭാഗമായിരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ തള്ളിക്കളഞ്ഞതിലൂടെ അരാജകത്വവും ആഭ്യന്തര കലാപവും അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു, പ്രധാൻ കൂട്ടിച്ചേർത്തു. ഇത്തരം നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അദ്ദേഹത്തോടും എല്ലാ പ്രതിപക്ഷ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവർ രാജ്യത്തെ വിദ്യാർത്ഥികളോടും യുവാക്കളോടും മാതാപിതാക്കളോടും മാപ്പ് പറയണം. നിങ്ങൾ രാജ്യത്തെ വേദനിപ്പിച്ചു, രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, ഗൂഢാലോചന നടത്തി, രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ നോക്കി. രാജ്യം നിങ്ങളോട് പൊറുക്കില്ല. രാഷ്ട്രീയ സ്പർദ്ധ ഉണ്ടായിരിക്കാം, പക്ഷേ വിദ്യാർത്ഥികൾ എല്ലാവരുടേതുമാണ്, മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് തെളിവുകളുടെ അഭാവത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നുമുള്ള ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളിയത്. നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷയുടെ ഫലം ശരിയല്ല, അല്ലെങ്കിൽ പരീക്ഷയുടെ പവിത്രതയുടെ വ്യവസ്ഥാപിത ലംഘനമാണെന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് നയിക്കാൻ ഒരു തെളിവുകളും ഇല്ല എന്ന് വ്യക്തമാണ്. നീറ്റ് റദ്ദാക്കലും പുനഃപരിശോധനയും ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞു, യാതൊരുവിധ തെളിവുകളുടെയും പിൻബലം ഇല്ലാഞ്ഞിട്ടും ഭാരതത്തിന്റെ പരീക്ഷാ സംവിധാനം മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രചരണം നടത്തിയിരുന്നത്. പണമുള്ളവന് മാത്രം പ്രാപ്തമാകുന്നതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസമെന്നും രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ദശകമായി ഒരാരോപണവും പരീക്ഷാ സംവിധാനത്തെക്കുറിച്ച് ആർക്കും ഉന്നയിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ വാചക കസർത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും മനോനിലയെക്കുറിച്ചും അവരുടെ ഉദ്ദേശത്തെക്കുറിച്ചും വ്യക്തമായതായി ധർമ്മേന്ദ്ര പ്രധാൻ തുറന്നടിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.